കൊട്ടാരത്തിലെ കവർച്ചയുമായി ബന്ധപ്പെട്ട്. കാരണം ഇത്രയും സെക്യൂരിറ്റി ഉള്ളൊരു കൊട്ടാരം, അവിടെ ഒരാൾ ആരെങ്കിലും കടന്നു വരുന്നു, അവിടെ ഇത്രയും വിലപിടിപ്പുള്ള അമൂല്യങ്ങളായ രത്നങ്ങളടക്കം അവിടെ നിന്നും കവർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ള വാർത്തയെ അത്രയും ഗൗരവത്തോടു കൂടിയാണ് നമ്മളൊക്കെയും സംസാരിച്ചത്. ഇതിൻ്റെ ഒരു അപ്ഡേറ്റിലേക്കാണ് ഈ മണിക്കൂർ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നതും. ഈ കവർച്ചയിൽ ഉന്നതതല യോഗം വിളിച്ചിരിക്കുകയാണ് പോലീസ് കമ്മീഷണർ. അന്വേഷണത്തിന് ഒരു പ്രത്യേക ടീമിനെ ഒരുപക്ഷെ രൂപീകരിച്ചേക്കും. കൊട്ടാരം ജീവനക്കാരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. അതേപോലെ ഇന്ന് പേരൂർക്കട സ്റ്റേഷനിലെത്താൻ ചില ജീവനക്കാർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സനീറ്റയാണ് വിവരങ്ങളുമായി ചേർന്നത്. സനീറ്റ, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള, കാലങ്ങളായി കൈമാറി വരുന്ന, രാജാവിൻ്റെ കാലം മുതൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന അമൂല്യ രത്നങ്ങളും ഒക്കെയും പതിച്ച സ്വർണ്ണാഭരണങ്ങളടക്കം മോഷണം പോയി എന്നാണ് പറയുന്നത്. അതും ഇത്രയും സുരക്ഷയുള്ള ഒരു മേഖല, ഇത്രയും സെക്യൂരിറ്റിയുള്ള. ഇപ്പം നമുക്കറിയുന്ന പോലെ കവടിയാർ കൊട്ടാരത്തിൻ്റെ ഗേറ്റ് കിടക്കുക, കവടിയാർ കൊട്ടാരത്തിൽ കയറാൻ തന്നെ ഒരു പ്രത്യേക പാസും പെർമിഷനും ഒക്കെ വേണം. അങ്ങനെയുള്ളവരെ മാത്രമാണ് പുറത്തുനിന്ന് അകത്തേക്ക് എത്തുക. അങ്ങനെയുള്ളവർ കയറി തന്നെ ഗേറ്റ് കയറിയാൽ അവിടെ ഒരു സെക്യൂരിറ്റി, അവിടെ നിന്ന് 1 കിലോമീറ്റർ അകത്തേക്ക് പോകണം, അവിടെ മറ്റൊരു സെക്യൂരിറ്റി. അതും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ കൊട്ടാരത്തിലേക്ക് കയറാൻ നമുക്കൊക്കെയും പ്രവേശനമുള്ളത്. അത്രയും സുരക്ഷിതമായ ഒരു മേഖലയിൽ കടന്നുകയറി ഇമാതിരി ഒരു വലിയ മോഷണം, കോടികളുടെ മോഷണം നടന്നു എന്ന് പറയുന്നത് ഈ അത്രയേറെ ഗൗരവതരമായ കാര്യം തന്നെയാണ്. അപ്പം പുറത്തുനിന്ന് ആരെങ്കിലും, ഒത്തിരി CCTV ക്യാമറകളൊക്കെ ഉണ്ടല്ലോ. അപ്പം എന്താണ് ഇപ്പം നിലവിലെ ഈ അന്വേഷണത്തിന്റെ പുരോഗതി? പോലീസ് എന്താ പറയുന്നത്? ആരിലേക്കെങ്കിലും പോലീസ് എത്തുന്നുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ് സനീറ്റ? തീർച്ചയായും ചെയ്തു സൂചിപ്പിച്ചതുപോലെ തലസ്ഥാനത്തെ അതിസുരക്ഷാ മേഖലയായ കവടിയാർ കൊട്ടാരത്തിലാണ് വൻ മോഷണം നടന്ന വിവരങ്ങൾ നമ്മൾ ഇന്നലെ വളരെ ഞെട്ടലോടെ അറിഞ്ഞത്. ഈ രാജകുടുംബം ഗൗരി ലക്ഷ്മി ഭായിയുടെ സ്വകാര്യ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഈ 2 കോടി രൂപയോളം വിലമതിക്കുന്ന ഈ സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. എന്തായാലും ഇന്നലെ രാജകുടുംബത്തിന്റെ ഒരു പരാതിയിൽ തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. അതേ തുടർന്ന് പേരൂർക്കട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ അതിലിപ്പോൾ തുടർച്ചയായിട്ടാണ് കവടിയാർ കൊട്ടാരത്തിലെ ഈ കവർച്ചയെ തുടർന്ന് ഉന്നതതല യോഗം വിളിച്ച് പോലീസ് കമ്മീഷണർ ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണത്തിൽ പ്രത്യേക ടീമിനെ രൂപീകരിക്കും. ഇതിൽ പ്രധാനമായും നമ്മൾ കാണേണ്ടത്, ഇത്തരത്തിൽ ഈ കൊട്ടാരത്തിൽ ഉള്ളിലെ ഈ ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഈ ഒരു അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഇത് കൊട്ടാരത്തിൽ ഉള്ളിലുള്ളവർക്കായിരിക്കണം, അല്ലെങ്കിൽ അതിനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ പോലീസ് നിരീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ നിഗമനം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരം ജീവനക്കാരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ന് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ എത്താൻ ചില ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയൊരു വീഴ്ച തന്നെയാണ് കൊട്ടാരത്തിനുള്ളിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും കാരണം നമുക്കറിയാം, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൊട്ടാരത്തിനുള്ളിലേക്ക് കയറാൻ യാതൊരു വിധത്തിലും നമുക്ക് സാധിക്കില്ല. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. ഈ മോഷണത്തിൽ ദുരൂഹതയേറുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ അലമാരയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്ന ഒരു പെട്ടിയിലാണ് ഇതിൽ നിന്നും താക്കോൽ എടുത്ത് തുറന്നാണ് മോഷണം. അതും പലതവണയായി മോഷണം നടത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നടത്തിയതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരത്തിൽ ഉള്ളവർക്കാണ് ഇതിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൽ ഉള്ളിലുള്ള ജീവനക്കാരെയാണ് ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് വിളിച്ച് ചോദ്യം ചെയ്യുക. എന്തായാലും ഒരു ടീമിനെ തന്നെ ഇതിനെ നിയോഗിച്ചിട്ടുണ്ട്. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുമെന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി വരും മുറയ്ക്ക് അറിയിക്കാം. ചെയ്തു. ഓക്കെ സനിറ്റ, ശരി.